ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക പുളിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം ഓയിൽ, കടുക്, ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളി, വെള്ളക്കാന്താരി, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിൻ്റെ തന്നെ കളറൊക്കെ മാറി വരുമ്പോൾ ഇതാണ് കേട്ടോ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത്. നല്ല നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ അരിഞ്ഞിട്ട് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയേ. അപ്പം നമ്മൾ റെഡ് കളറിലുള്ള വെണ്ടയ്ക്ക ഇട്ടിട്ട് ഇപ്പോൾ പച്ച കളറായിട്ടുണ്ട്. അതിൻ്റെ പച്ചയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ നിറയെ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ ചേർത്താതെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ വിലയ്ക്ക് ഇപ്പോൾ കൂടുതലും തേങ്ങ ഇല്ലാത്ത കറികളാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പുളി പിഴിഞ്ഞ് വെള്ളം എടുത്ത് വെച്ചാൽ കേട്ടോ. എൻ്റെ പഴയ പുളി ആയതുകൊണ്ടാണ് ഈ കറുത്ത കളറ് കാണുന്നത്. പുളിയൊന്നും അധികമായിട്ടില്ല കേട്ടോ. പുളിപ്പ് കുറവാണ് കേട്ടോ എൻ്റെ പുളിക്ക്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് ആ വെള്ളം ചേർക്കാം. എനിക്കിവിടെ കുറച്ച് കറി മതിയേ, ഉച്ചക്കലേക്ക് മാത്രമായിട്ടുള്ളത്. നമ്മൾ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളക്കട്ടെ. വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക, അതിൻ്റെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ പകുതിയോളം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ കറി റെഡിയായി കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ തേങ്ങ ചേർക്കാത്ത പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയ്ക്കും എണ്ണയുടെ വിലയ്ക്കും ഇതുപോലുള്ള കറികളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.